ബംഗളൂരുവിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച തിരുവനന്തപുരം സ്വദേശിയായ നഴ്സിംഗ് വിദ്യാർത്ഥി ആദിത്യന്റെ പൊതുദർശനം പുരോഗമിക്കുകയാണ്. ആദിത്യന്റെ പൊതുദർശനം ഉടൻ അവസാനിക്കും. അല്പസമയത്തിനകം മൃതദേഹം ശവസംസ്കാര ചടങ്ങുകൾക്കായി സ്വന്തം വീടായ പാണ്ടിയോട് കൊണ്ടുപോകും. വിവരങ്ങളുമായി വീണ ചേരുന്നുണ്ട്. വീണ, നിലവിലെ സാഹചര്യം എന്നാൽ അല്പസമയത്തിനകം സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും എന്നാണ് മനസ്സിലാക്കുന്ന വിവരങ്ങൾ. അമൽ, പൊതുദർശനം പൂർത്തിയായി. ഇപ്പോൾ ആദിത്യന്റെ മൃതദേഹം കുടുംബ വീട്ടിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. പാണ്ടിയോടുള്ള സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും അടക്കമുള്ളവർ നിരവധി പേർ ആദിത്യനെ അവസാനമായി ഒരു നോക്ക് കാണാൻ വീട്ടിലേക്ക് എത്തിയിരുന്നു. ബെഞ്ചമിന്റെ വീട്ടിലായിരുന്നു, അമ്മയുടെ ബെഞ്ചമിന്റെ വീട്ടിലായിരുന്നു പൊതുദർശനം നടന്നത്. അവിടെ നിന്ന് 500 മീറ്റർ അകലെയുള്ള പ്രദീപ്, അതായത് ആദിത്യന്റെ അച്ഛനും അമ്മയും സഹോദരിയും താമസിക്കുന്ന കുടുംബ വീട്, ആ കുടുംബ വീടിന്റെ സമീപത്താണ്, വീട്ടുവളപ്പിൽ തന്നെയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ ആരംഭിച്ചിരിക്കുകയാണ്. സംസ്കാര ചടങ്ങുകൾക്ക് തൊട്ട് മുമ്പ് സഹോദരനായ ആദിത്യന് അവസാനമായി അന്തിമോപചാരം അർപ്പിച്ചു. ആ ചടങ്ങുകൾ പൂർത്തിയാക്കിയതിനു ശേഷമാണ് അല്പസമയങ്ങൾക്ക് മുമ്പ് മൃതദേഹം ഇങ്ങോട്ടേക്ക് എത്തിച്ചത്. വളരെ വേദനാജനകമായ സാഹചര്യത്തിലൂടെയാണ് ഈ നാട് കടന്നു പോകുന്നത്. ഏറെ പ്രതീക്ഷകളുമായി, ഏറെ സ്വപ്നങ്ങളുമായി ഒരു 19കാരൻ ബംഗളൂരുവിലേക്ക് വണ്ടി കയറുന്നു. നഴ്സിംഗ് എന്ന ആ മേഖലയിലേക്ക് കടക്കണമെന്നും ഒപ്പം തന്നെ ജീവിതത്തിൽ താൻ നേരിടുന്ന വെല്ലുവിളികൾ, ഒപ്പം തന്നെ താൻ ഏറെ നാളായി സ്വപ്നം കണ്ട ആ ജോലി നേടണമെന്നുള്ള ആഗ്രഹത്തിനായിട്ടാണ് ആദിത്യൻ അങ്ങോട്ടേക്ക് എത്തിയത്. പക്ഷേ ആ സ്വപ്നങ്ങൾ കഴിഞ്ഞ ദിവസം പൊലിയുകയാണ് ചെയ്തത്. കുടുംബത്തെ കോളേജിൽ നിന്ന് അറിയിച്ചത് മകൻ ഒരു അപകടമുണ്ടായി, എത്രയും വേഗം എത്തണം എന്നുള്ളതാണ്. അറിയിപ്പിൽ എത്തിച്ച ഉടൻ തന്നെ പിതാവായ പ്രദീപും ഒപ്പം തന്നെ അടുത്ത സുഹൃത്തുക്കളും അങ്ങോട്ടേക്ക് പോയി. കോളേജിൽ എത്തിയപ്പോഴാണ് അറിയുന്നത് മകൻ മരണപ്പെട്ടു എന്നുള്ളത്. കോളേജിലെ ഹോസ്റ്റൽ മുറിയിൽ 2 ഹോസ്റ്റൽ കെട്ടിടമാണുള്ളത്. അതിലൊരു ഹോസ്റ്റൽ കെട്ടിടത്തിലെ ഹോസ്റ്റൽ മുറിയിലാണ് മകൻ മരിച്ചെന്ന് കണ്ടെത്തിയതെന്ന് കോളേജ് അധികൃതരും ഹോസ്റ്റൽ അധികൃതരും പറഞ്ഞത്. തുടർന്ന് മൃതദേഹം അവിടെ നിന്ന് ആശുപത്രിയിലേക്ക് മാറ്റിയപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. ചടങ്ങുകൾ, പോസ്റ്റ്മോർട്ടം, ഇൻക്വസ്റ്റ് നടപടികൾ അടക്കം പൂർത്തിയാക്കിയതിനു ശേഷമാണ് ഇന്ന് രാവിലെയോടുകൂടി മൃതദേഹം തിരുവനന്തപുരം അരുവിക്കരയിലെ ബന്ധുവിന്റെ വീട്ടിലേക്ക് എത്തിച്ചത്. രാവിലെ മുതൽ തന്നെ ആദിത്യനെ അവസാനമായി ഒരു നോക്ക് കാണാൻ സഹപാഠികളും അതുപോലെ തന്നെ സുഹൃത്തുക്കളും നാട്ടുകാരും ബന്ധുക്കളും അടക്കമുള്ളവർ എത്തുന്ന കാഴ്ചയാണ് കണ്ടത്. സമയങ്ങൾക്കും തന്നെ ശവസംസ്കാര ചടങ്ങുകൾ പൂർത്തിയാവുകയും ചെയ്യും. കുടുംബമടക്കം വലിയൊരു വേദനയിലാണ് കടന്നു പോകുന്നത്. കോളേജിലെ അധ്യാപകൻ സന്ദീപ് പാണ്ഡ്യയുടെ ഭാഗത്തു നിന്ന് മകന് മാനസികമായിട്ടുള്ള വിഷമമുണ്ടാകുന്ന തരത്തിലുള്ള പെരുമാറ്റമുണ്ടായി. അത് കഴിഞ്ഞ വിഷുവിന് അവസാനമായി മകൻ നാട്ടിലെത്തിയപ്പോൾ അമ്മയോട് പറഞ്ഞിരുന്നു. അമ്മ അക്കാര്യങ്ങൾ പിതാവിനോടും പറഞ്ഞിരുന്നു എന്നാണ് പിതാവ് ജനം ടിവിയോട് പ്രതികരിച്ചപ്പോൾ പറഞ്ഞത്. അതുമായി ബന്ധപ്പെട്ട് മകൻ എന്താണ് സംഭവിച്ചത്? മകൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല. ഏറെ സ്വപ്നങ്ങളുള്ള ഒരു കുട്ടിയായിരുന്നു, യുവാവായിരുന്നു. ആ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ, കരുപിടിപ്പിക്കാനായാണ് ബംഗളൂരുവിലേക്ക് മകൻ പോയത്. മരണത്തിന്റെ തലേ ദിവസവും മകൻ രാത്രി വീട്ടിലേക്ക് ഫോൺ ചെയ്തിരുന്നു. കോളേജ് സംബന്ധിച്ച കാര്യങ്ങളും ഒപ്പം തന്നെ വീട്ടിലെ കാര്യങ്ങളും നാട്ടിലെ കാര്യങ്ങളും ഒക്കെ അന്വേഷിക്കുകയും സന്തോഷത്തോടു കൂടിയാണ് സംസാരിക്കുകയും ഒക്കെ ചെയ്തത്. മകനാണ് മണിക്കൂറുകൾക്ക് ശേഷം തൊട്ടടുത്ത ദിവസം അപകടം സംഭവിച്ചു എന്ന് കോളേജ് അധികൃതരിൽ നിന്ന് അറിയിപ്പുണ്ടാകുന്നതും തുടർന്ന് കുടുംബാംഗങ്ങൾ അങ്ങോട്ടേക്ക് എത്തുമ്പോൾ ചേതനയേറ്റ മൃതദേഹമാണ് കണ്ടത്. ചേതനയേറ്റ മൃതദേഹവുമായാണ് കുടുംബാംഗങ്ങൾ രാവിലെയോടുകൂടി എത്തിയത്. വളരെയധികം വേദനാജനകമായ സാഹചര്യത്തിലൂടെയാണ് ഈ നാട് കടന്നു പോകുന്നത്. നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നാണ് പിതാവ് അറിയിക്കുന്നത്. മകൻ എന്താണ് സംഭവിച്ചതെന്നറിയണം. മകന് കോളേജിൽ നിന്ന് നേരിടേണ്ടി വന്ന ബുദ്ധിമുട്ടുകൾ അതെന്താണെന്നുള്ളത് കൃത്യമായി നിയമ പോരാട്ടത്തിലൂടെ പുറത്തേക്ക് വരണമെന്നാണ് ആ വേദനാജനകമായ സാഹചര്യത്തിലും ഹൃദയഭേദകമായ സാഹചര്യത്തിലും പിതാവ് പ്രതികരിച്ചത്. കോളേജ് ഹോസ്റ്റലിലെ ഒപ്പം താമസിക്കുന്ന 2 വിദ്യാർത്ഥികൾ ലഹരി ഉപയോഗിച്ചിരുന്നു. ആ ലഹരി ഉപയോഗിച്ചതിന്റെ പേരിൽ ലഹരി ഉപയോഗിക്കാതിരുന്ന തന്റെ മകനെതിരെ അധ്യാപകൻ മാനസികമായി അധിക്ഷേപിക്കുന്ന തരത്തിൽ സംസാരിക്കുകയും അത് മകന് വലിയ തരത്തിൽ മനോവിഷമം ഉണ്ടാക്കിയെന്ന് മകൻ അവസാനമായി നാട്ടിൽ വന്ന സമയത്ത് പറഞ്ഞിരുന്നു എന്ന് കൂടി പറയുന്നുണ്ട്. കുടുംബവുമായി സംസാരിക്കുകയും എല്ലാ കാര്യങ്ങളും പറയുകയും ചെയ്യുന്ന ആദിത്യന്റെ മരണം അത് താങ്ങാനാകാത്ത വേദനയാണ് കുടുംബത്തിന് സമ്മാനിക്കുന്നത്. ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായിരിക്കുകയാണ്. സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞിരിക്കുകയാണ്. കുടുംബാംഗങ്ങൾ, പിതാവ് അടക്കമുള്ളവരെ വീട്ടിലേക്ക് മാറ്റുകയാണ്. നിരവധി പേരാണ് അവസാനമായി ആദിത്യനെ ഒരു നോക്ക് കാണാൻ ഇങ്ങോട്ടേക്ക് എത്തിയതും ഈ നിമിഷവും നിരവധി പേരാണ് ഈ അന്ത്യകർമ്മങ്ങളിലും പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. അമൽ.